ഹലോ, വെൽക്കം ബാക്ക് ടു നിയാസറാസ് കുക്ക് ബുക്ക്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കപ്പ് കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ചധികമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, കാര്യം എന്താ വെച്ചാൽ നല്ല തിരക്കായിരുന്നു. കുട്ടികൾക്കൊക്കെ എക്സാം ആയതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു തിരക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഇനി മുതൽ റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഉണ്ടാവും. ഇന്ന് ഞാനിതിവിടെ ഉണ്ടാക്കുന്നത് അവനിൽ വെച്ചിട്ടാണ്. നമുക്കിത് കുക്കറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഓയിലാണ്. ഞാനിതിലേക്കൊരു 1/3 കപ്പ് ഓയിലാണ് ചേർക്കുന്നത്. 1/3 കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വിനാഗിരിയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ചേർക്കുന്നത്. ആ ചോക്ലേറ്റിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് കോഫി പൗഡർ ചേർക്കുന്നത്. അപ്പോൾ കോഫി പൗഡർ ഒരു ടീസ്പൂണാണ് കേട്ടോ ചേർക്കുന്നത്. 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഇവയെല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിനായിട്ട് ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. നമ്മളിത് അരിച്ചാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കൊക്കോ പൗഡറാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല, ബേക്കിംഗ് സോഡ മാത്രമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ചിട്ട് അത് ആ ബ്ലെൻഡറിലേക്ക് ആക്കി കൊടുക്കുക. ഇപ്പോൾ ഞാനിവയെല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പാലാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഈ പാല് കൂടി ചേർത്തിട്ട് നമുക്കിത് എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ അവയെല്ലാം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൗൾഡിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിനി ബാറ്ററെല്ലാം കേക്കിൻ്റെ മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു 1/4 ഭാഗം വരെ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇത്രയും അളവ് ബാറ്റർ വെച്ചിട്ട് നമുക്കൊരു 13 അല്ലെങ്കിൽ ഒരു 12 അത്രയും കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഒരു 13 കപ്പ് കേക്കോളം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ അവനിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്കിത് കുക്കറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പാനിൽ വെച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടി അവനിൽ വെക്കുന്നതേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട്
ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അവനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് രണ്ടാമത്തെ ബാച്ചും വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ബാച്ചായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഞാൻ സിലിക്കൺ മോൾഡിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതും ഇതേപോലെ തന്നെ നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ്. അത് നല്ല ചോക്ലേറ്റിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇതിപ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ കപ്പ് കേക്ക്, നല്ല സ്പഞ്ചിയാണ്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉള്ളിലും അതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.